റബ്ബർ പ്രതിസന്ധിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനെന്ന് ജോസ് കെ മാണി. കേരളത്തിലെ പരമ്പരാഗത കർഷകരെ മറന്ന് പ്ലാന്റേഷൻ ഹൈജാക്കാണ് ഇപ്പോൾ നടക്കുന്നതെന്നും മാണി. സംസ്ഥാന സർക്കാരിന് അതിൽ പരിമിതിയുണ്ട്. റബ്ബറിന് താങ്ങുവില 250 രൂപയാക്കണമെന്ന് ജോസ് കെ മാണി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ജോസ് കെ മാണി പറയുന്നു. കോട്ടയത്ത് കേരള കോൺഗ്രസ് പ്രചരണ വിഷയമാക്കുന്നതിനിടെയാണ് ഈ റബ്ബർ വിഷയം പ്രചരണ വിഷയമാക്കുന്നതിനിടെയാണ് ജോസ് കെ മാണിയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. ആ പ്രതികരണത്തിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. 9 അല്ലെ 10 വർഷത്തിന്റെ ഇടയ്ക്ക് ഒരു തരത്തിൽ പോലും പുറകോട്ട് പരിശോധിച്ച് നോക്കിയാൽ റബ്ബർ കർഷകരെ സഹായിക്കുന്ന ഒരു തീരുമാനം എടുത്തില്ല എന്ന് മാത്രമല്ല, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് റബ്ബർ ബോർഡ് പോലും ഇവിടെ നിന്ന് നീക്കുവാനുള്ള ഒരു ശ്രമമാണ്. റബ്ബർ ആക്ട് നമുക്കറിയാം, അതിന് അമെൻമെന്റ് കൊണ്ടുവരുന്നു, റബ്ബർ ആക്ട് കൊണ്ടുവരുന്നു. ഇതെല്ലാം നമുക്കറിയാം ഇതിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടു, ഞങ്ങളെല്ലാവരും MLA മാരെല്ലാവരും കണ്ടു, റബ്ബർ കർഷകരുടെ പ്രതിസന്ധിയെപ്പറ്റി സംസാരിച്ചു. അദ്ദേഹം അത് വളരെ ഗൗരവമായി ഏറ്റെടുക്കുകയും അത് പറഞ്ഞു, നമുക്ക് സാമ്പത്തികമായ പരിമിതികളുണ്ട്, അത് നമുക്കറിയാമല്ലോ, കേന്ദ്രം ആ സാമ്പത്തികമായ ശ്വാസം മുട്ടിക്കുക, പക്ഷെ അതിന്റെ പരിമിതികൾ നിന്നുകൊണ്ട് എന്താണെന്നുള്ളത് പരിശോധിച്ച് അത് പരിഗണിക്കാം എന്നുള്ളതാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ടോബി ജോൺസണാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചത്. ടോബി, വെരി ഗുഡ് മോർണിംഗ്. ടോബി, റബ്ബർ എല്ലാ കാലത്തും കേരള രാഷ്ട്രീയത്തിന്റെ വിഷയമാണ്. കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുൻപ് മാത്രം അത് നമുക്കറിയാം പാംപ്ലാനിയുടെ പ്രതികരണത്തോടെ ഏത് രീതിയിൽ രാഷ്ട്രീയ ചർച്ചയായതാണെന്ന്. എങ്ങനെയാണ് വീണ്ടും അത് രാഷ്ട്രീയ ചർച്ചയിലേക്ക് വരുന്നത് ജോസ് കെ മാണിയുടെ വാക്കുകളിലൂടെ? ഹാഷ്മി സ്മിത, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ റബ്ബർ വിഷയം സജീവ ചർച്ചയായി മധ്യകേരളത്തിൽ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും 250 രൂപയാക്കുമെന്ന് നേരത്തെ LDF പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ 300 ആക്കണമെന്ന് UDF ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ റബ്ബർ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടുള്ള സജീവ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണിയും ഒപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൂടി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട ഒരു നിവേദനം, ഇത് 250 രൂപയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനം കൈമാറിയത്. പക്ഷേ അതിന് മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയാണ് ജോസ് കെ മാണി അല്പസമയം മുമ്പ് നമ്മളോട് പറഞ്ഞത്. അതായത് നിലവിൽ കേന്ദ്ര സർക്കാർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് കേരള സർക്കാരിന് നൽകുന്നത്. അതായത് സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതൊരു വലിയ പ്രതിസന്ധിയാണെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കാം അല്ലെങ്കിൽ പരിഗണിക്കാം എന്നുള്ളൊരു മറുപടി മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായതെന്നാണ് ജോസ് കെ മാണി പറയുന്നത്. അതായത് അടുത്ത കാലത്തൊന്നും ഈ റബ്ബർ വില 250 ഉയരില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. സംസ്ഥാന സർക്കാരും ഇപ്പോൾ ഭരണപക്ഷത്തുള്ള കേരള കോൺഗ്രസ് എമ്മും ഒക്കെ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തികമായി ആ ശ്വാസം മുട്ടിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം നിലനിൽക്കുന്നതെന്നാണ്. എന്തായാലും 170 രൂപയായിരുന്നു ഇത് നിലവിലുള്ള താങ്ങുവില, അതുപോലും ലഭിക്കുന്നില്ല എന്ന് കർഷകർ പറയുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ പറയുമ്പോൾ കേന്ദ്ര സർക്കാർ തിരിച്ച് സംസ്ഥാന സർക്കാരാണ് ഇതിൽ നടപടികൾ സ്വീകരിക്കേണ്ടതെന്നും പറഞ്ഞ് പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രതികരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ് കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗം കോട്ടയത്ത് ഒരു റബ്ബർ കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ലോങ് മാർച്ച് നടത്തി. VD സതീശൻ അത് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അദ്ദേഹം സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയുമാണ് കുറ്റപ്പെടുത്തിയത്. ഇങ്ങനെ റബ്ബർ വിഷയം വീണ്ടും സജീവ ചർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ വീണ്ടും സജീവ ചർച്ചയായി മാറുന്നു. അത് രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുക ഒരുപക്ഷെ സംസ്ഥാന സർക്കാരിനൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസിനെയും സംസ്ഥാന സർക്കാരിനെ ആകാം. 250 രൂപയാക്കുമെന്ന് പറഞ്ഞിരുന്നു പ്രകടന പത്രികയിൽ. പക്ഷേ അത് ഇതുവരെ നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ 10 വർഷത്തോളം ഭരിച്ചിട്ടും ഇതുവരെയും ഈ കാര്യത്തിൽ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പാലായിൽ നവകേരള സദസ്സ് നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ്. ഈ വിഷയം ഉയർത്തിക്കാട്ടിയ തോമസ് ചാഴിക്കാടൻ MPയെ മുഖ്യമന്ത്രി ശകാരിക്കുന്നതടക്കം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ സജീവ ചർച്ചയായി ഈ റബ്ബർ വിഷയം മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഹാഷ്മി സ്മിത. ടോബി ആണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.